എന്റെ അമ്മേ, ഈശ്വരമിശിഹായി പുത്രനെ വിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ എന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായിരിക്കുന്ന നിർമ്മല കന്യയെ മനുഷ്യനെ ഇങ്ങനെ അയൽവക്കാരെയൊക്കെ ഉണർത്തുന്നത് പതുക്കെ പറഞ്ഞാലും നിത്യാനന്ദനം കേട്ടോളൂ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഇങ്ങനെയാണോ നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്? എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്റെ പേര് അല്ലെങ്കിൽ അതിലൊന്നും വലിയ കാര്യമില്ല. ഞാനൊരു വിശുദ്ധനൊന്നുമല്ല, വിശുദ്ധിയിലേക്കുള്ള വഴിയിലാണ് എന്ന് മാത്രം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലെ രൂപക്കൂട്ടിൽ നിന്നാണ്. നിങ്ങളുടെ ഇടവക ദിനം പ്രമാണിച്ച് ഈ കുടുംബം ഞങ്ങളുടെ അടുത്ത് എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് കാണിച്ചു തരണം. അതാണ് എൻ്റെ ഉദ്ദേശം. 6 മിനിറ്റ് സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ കുടുംബ പ്രാർത്ഥന കാണിക്കാനുള്ള ടൈം ഇല്ല. നമുക്ക് അവരുടെ പ്രാർത്ഥന മുറി വരെ ഒന്ന് പോയാലോ? ആരുമില്ല ഇവിടെ. മണി 8 എല്ലാരും ഒന്ന് പെട്ടെന്ന് വന്നേ, കുരിശ് വരയ്ക്കാൻ. വിശന്നിട്ട് വയ്യ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അത്താഴം കഴിക്കാൻ. ട്രംപ് വന്നാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും യുഎസിലെത്തണം. ഒരു വമ്പ സ്റ്റാർട്ടപ്പ് വഴിയുണ്ട്. എന്നാ പറഞ്ഞേ? ഓ, ബാംഗ്ലൂർ പോവാ. പക്ഷെ ഫണ്ടിങ് ഒക്കെ പാടാ. യുഎസിലാണ് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. എന്റെ റബ്ബർ ടാപ്പിക് ആൻഡ് കോക്കനട്ട് പ്ലാന്റേഷൻ അവിടെ നല്ല മാർക്കറ്റ്. ഓ പിന്നെ ഇവിടെ പോയാ റബ്ബർ വെട്ടാൻ പോകുന്നത്. ഒന്ന് നിർത്തിയടാ, ഇനി ഇത് കഴിഞ്ഞിട്ടാവാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ വിശുദ്ധ 3-ാം നൂറ്റാണ്ടിലാണ് സൈൻ ഓഫ് ദ ക്രോസ് അഥവാ കുരിശടയാളം ഉപയോഗിച്ചു തുടങ്ങിയതായി പറയപ്പെടുന്നത്. അന്ന് ഇത് ഉപയോഗിക്കുമ്പോൾ ഇത്തരം ഭീകര വേർഷൻസ് അഥവാ ഭഗവേദങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ സഭാപിതാക്കന്മാർ കൂടി വിചാരിച്ചു കാണില്ല. അപ്പനെ സമ്മതിക്കണം. പ്രാർത്ഥിക്കാൻ എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ടല്ലോ. അങ്ങനെ കുരിശോര തുടങ്ങി. സാധാരണ അപ്പനാണ് ആദ്യത്തെ രഹസ്യം ചൊല്ലുന്നത്. ആർക്കും അത് വിട്ടുകൊടുക്കാറില്ല. പെങ്ങളുടെ പിള്ളേർ വന്നാൽ കൂടി അപ്പൻ അതിന് സമ്മതിക്കില്ല. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കൊറോണയിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അതിന് ഞാനെവിടെ ഉറങ്ങിയ? ഓ ഇല്ല. ഓ അതല്ല, നന്മറിഞ്ഞോർമ്മയുണ്ട്. അപ്പൻ എപ്പോഴും ഇങ്ങനെയാണ്. നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ആദ്യത്തെ രഹസ്യം തീരുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. മടുത്തിട്ടായിരിക്കും. നമുക്കിനി അടുത്ത ആളെ നോക്കാം. നമ്മുടെ കർത്താവ് ഭഗവാനത്തിൽ ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഇന്ന് പ്രകാശത്തിന്റെ രഹസ്യം ചെല്ലേണ്ടതാണല്ലോ. അതെനിക്ക് അറിയത്തുമില്ല. എന്നാ പിന്നെ സന്തോഷത്തിന്റെ രഹസ്യം ഒന്ന് ചെല്ലാം. പരിശുദ്ധമാതാവേ, അമ്മയ്ക്ക് എപ്പോഴും 3 രഹസ്യമേ ഉള്ളൂ. പ്രകാശത്തിന്റെ രഹസ്യം ചെല്ലാറില്ല. മിക്കവാറും സന്തോഷം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പതിവ്. ഇനി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ നമ്മുടെ ചാച്ചൻ. അമ്മച്ചി പോയ പിന്നെ ചാച്ചൻ കുറച്ചുകൂടി പ്രാർത്ഥിക്കുന്നതായി തോന്നി. ഇവിടത്തെ അമ്മച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടൊന്ന് വെച്ചത്. എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മച്ചിയും വലിയ ഫ്രണ്ട്സായിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ
ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ ചാച്ചാ, ഒറ്റ മിനിറ്റ് മോനെ, നീ ആ കഞ്ഞി തിളച്ചോന്നൊന്ന് പോയി നോക്കിക്കേ. അത് തിളച്ചെങ്കിൽ ഒന്ന് സിമ്മയിലിട്ടേക്ക്. Amma, can't you see me praying right now? അല്ല വേണ്ട അമ്മ, ഞാൻ പോയി വാഷ്റൂമിലും കൂടി പോയി കഞ്ഞി നിർത്തി വരാം. ചാച്ചാ ബാക്കി. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. ഓ നിങ്ങളല്ല, ചാച്ചനാ ചെല്ലണ്ടേ. ഓ അതങ്ങ് പറഞ്ഞാ പോരെ, ഇപ്പൊ കൊന്നേനല്ലോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ശരിക്കും നമ്മുടെ അമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ കഞ്ഞി തിളക്കുന്നതാണോ ആലോചിക്കുന്നത്? ഞാനിങ്ങനെ പറഞ്ഞു എന്ന് അമ്മ അറിയണ്ട, സങ്കടമാകും. ശരിക്കും ചാച്ചനെ പറ്റി പറയണം. എപ്പോഴും ഇങ്ങനെയാണ്. ഒരു സമാധാനം കിട്ടും ചാച്ചനെ നോക്കിയാൽ. ഉറങ്ങും എന്നും തോന്നും, പക്ഷേ ചാച്ചൻ ശരിക്കും പ്രാർത്ഥിക്കുകയാണ്. ഇനി നമ്മുടെ അമ്മ മുമ്പ് പറഞ്ഞില്ലേ സങ്കടമാകുമെന്ന്, എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഉറങ്ങിപ്പോയി, അതിനെല്ലാത്തിനും ഇത്രയും ചിരിക്കാനുള്ളത്. മടുത്തു. ആരുമില്ല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. കർത്താവിനറിയാം എന്റെ കാര്യം. നന്മ പറഞ്ഞവരുമേ സുസ്ഥി, കർത്താവിനോട് ശ്രീലങ്കൻ ഗ്രഹിക്കണമോ. അപ്പൻ ഉറങ്ങിയപ്പോ അമ്മ ചിരിച്ചു. എന്നാ അമ്മ ഉറങ്ങിയപ്പോഴോ? പ്രാർത്ഥിക്കണം എന്ന ഏറ്റവും ആഗ്രഹമുള്ളവരാണ് നമ്മുടെ അമ്മമാർ. അതിന് പറ്റാതെ വരുമ്പോഴുള്ള സങ്കടമാണത്. ഒരുപാട് ആലോചനകൾ മനസ്സിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അമ്മമാരെ, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. അടുത്തത് നമ്മുടെ യൂത്ത് ഐക്കന്റെ പ്രാർത്ഥനയാണ്. സ്പീഡാണ് പ്രധാനം. ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അയ്യോ പ്രാർത്ഥിക്കുവാണോ? നാളെ വരാം. എന്നാ ഏട്ട കാര്യം? വീട്ടിൽ നെറ്റിൽ എന്തോ പ്രശ്നമുണ്ട്. മോള് നാളെ വിളിക്കുന്നുണ്ട്, നോക്കാനായിരുന്നു. ഓ അതിനിപ്പോ എന്നാ, നമുക്ക് ഇപ്പൊ തന്നെ ശരിയാക്കിട്ടോ. എടാ മോനെ, ബാക്കി നീ ചിന്തിക്കും. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിം എന്ന സിനിമയിലെ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നായകൻ ഫ്രാൻസിസ് പുണ്യാളുടെ അടുത്ത് മലയാളം മനസ്സിലാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിക്കുന്ന നമ്മുടെ പുണ്യാളൻ നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ ഒരു ഡയലോഗാ കാച്ചു. എന്നാൽ ഇവൻ പ്രാർത്ഥിക്കുന്നത് മലയാളമല്ല എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. അതാണ് എൻ്റെ അവസ്ഥ. ഇവന്റെ കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വഴിയെ മനസ്സിലായിക്കൊള്ളും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ അവസാനം കുരിശുവര കഴിഞ്ഞു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമുക്കെല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ പറയണം. എന്താണെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഈ കുടുംബം എല്ലാ ദിവസവും ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാറുണ്ട്. അവരുടെ പ്രാർത്ഥനകൾ പെർഫെക്റ്റ് അല്ല, പക്ഷേ അവർ ഒരുമിച്ചിരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്കും മാതാവിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കുടുംബത്തോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. അതാണ് അവരുടെ ബലവും. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഇടവക മധ്യസ്ഥനായ യൗസേ പിതാവിൻ്റെയും സെബസ്ത്യാനോസ് പുണ്യാളയുടെയും തിരുനാൾ മംഗളങ്ങൾ.